നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഉദയന്നൂരമ്മയുടെ ശക്തിയും ദേവമ്മയുടെ അനുഗ്രഹവും കൊണ്ട് വലിയൊരു ആപത്ത് ഇന്നൊഴിഞ്ഞുപോയി. ജാസ്മിൻ കാണിച്ചത് വലിയ ചതിയായിരുന്നു. അവൾക്ക് ആ ചെയ്തതിനുള്ള കഠിനമായ ശിക്ഷ കിട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. പിന്നെ ചില കാര്യങ്ങൾ അമ്മയോട് നേരിട്ട് പറയാനുണ്ട്. അമ്മ എന്നാ ഇനി എന്നെ കാണാൻ വരുന്നേ? മോളെ, അമ്മേ, നിനക്ക് എന്താണ് മോളെ എന്നോട് പറയാനുള്ളത്? ദേവമ്മേ, ഇന്ന് വിശാൽ സാറ് ജയിലിൽ പോകാനുള്ളതായിരുന്നു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എല്ലാം ഞാൻ അറിയുന്നുണ്ട് മോളെ. ദേവമ്മേ, ഇതെല്ലാം ആ ജാസ്മിൻ. അതും ഞാൻ അറിയുന്നു. ജാസ്മിന്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. തീർച്ചയായും അവൾ അത് അനുഭവിക്കും. അവള് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രതിഫലം അവൾക്ക് കിട്ടുന്നത് കാണാതെ ഇനി അവളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു സമാധാനവും ഉണ്ടാവില്ല ദേവമ്മേ. പലതും ഞാൻ ക്ഷമിച്ചും സഹിച്ചും കളഞ്ഞതാ. പക്ഷേ ഇനി എനിക്ക് അവളോട് ക്ഷമിക്കാനാവില്ല. നീ കാത്തിരിക്കും മോളെ. ഇന്ന് നീ വേദനിച്ചതിന്റെ 10 മടങ്ങ് അവൾ വേദനിക്കുന്നതും നിനക്ക് കാണാം. പിന്നെ അമ്മേ, വിശാൽ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ഡോക്യുമെന്റ് എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടും വിശാൽ സാറിന് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും സാർ എന്നെ ഒന്ന് ശകാരിച്ചില്ല. ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചില്ല. പകരം സാർ എന്നെ അഭിനന്ദിക്കുക ചെയ്തത് ദേവമ്മേ. വിശാൽ സാർ എന്നെ എങ്ങനെയാ കാണുന്നതെന്ന് അറിയോ ദേവമ്മയ്ക്ക്? സാർ എന്നെ കാണുന്നതേ ദേവമ്മയുടെ രൂപത്തിലാ. ഞാൻ ദേവമ്മയുടെ തനി പകർപ്പാണെന്നാ സാർ പറയുന്നത്. ഇവളിതാരോട് സംസാരിക്കുന്നത്? ഗായത്രി അമ്മയോടാണോ അതോ ഉദയന്നൂരമ്മയോടോ? ഇവൾക്ക് ഗായത്രി അമ്മയെ ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? ദേവിയെ കാണാൻ സാധിക്കുന്നുണ്ടോ? അമാനുഷിക ശക്തികള് ഇവളെ സഹായിക്കുന്നുണ്ടോ? നീ സമാധാനമായിട്ടിരിക്കെ. നിന്റെ ഒപ്പം എന്നും ഞാനും നീ ഉപവസിക്കുന്ന ഉദയന്നൂരമ്മയും ഉണ്ടാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.